മലയാളത്തിന്റെ യുവതാരനിര ഒന്നിക്കുന്ന ആശ ബ്ലാക്ക് ചിത്രീകരണം പൂർത്തിയാക്കി. കൗമാര പ്രണയം വിഷയമാക്കിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോൺ റോബിൻസനാണ്. കൗമാരക്കാരായ ആശ, രോഹിത് എന്നിവരുടെ ജീവിതകഥയാണ് ആശ ബ്ലാക്ക് പറയുന്നത്. പ്രണയത്തിന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ തന്മാത്രയിലൂടെ ശ്രദ്ധ നേടിയ അർജുൻ ലാലാണ് നായകൻ. തമിഴ് താരം ശരത് കുമാർ, മനോജ് കെ ജയൻ, ഭഗത്, കോട്ടയം നസീർ, ദേവൻ എന്നിവരും ചിത്രത്തിലെ കഥാപാത്രങ്ങളാകുന്നു. തന്മാത്ര എന്ന സിനിമയ്ക്ക് ശേഷം 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സിനിമാ ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ്. ആശ ബ്ലാക്ക് എന്ന സിനിമയിലൂടെ മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് ഭാഷകളിലായി നിരവധി ചിത്രങ്ങളിൽ സഹസംവിധായകനായി പ്രവർത്തിച്ച ജോൺ റോബിൻസൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. മലേഷ്യ, കോയമ്പത്തൂർ, കൊച്ചി എന്നിവിടങ്ങളാണ് ആശ ബ്ലാക്കിന്റെ പ്രധാന ലൊക്കേഷനുകൾ. ഈ പടത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സിദ്ധു എന്നാണ്. ഒരു ബാൻഡിലെ അംഗമാണ് ഞാൻ. ഡ്രമ്മറായിട്ടാണ്. ഇതിനു മുമ്പ് ഡ്രമ്മറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള കുറച്ചും കൂടെ എന്താ പറയുക, കാശ് മുടക്കിയുള്ള സിനിമ ഇതുണ്ടായിരിക്കും. പക്ഷേ നല്ല രസമുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിൻനാഥ് പുത്തഞ്ചേരിയാണ് ഗാനരചന. ജസിൻ ജോർജാണ് സംഗീത സംവിധാനം. My name is Nikita. This is my first film in Malayalam. I play the character of Elena. And ഈ റോളിൽ ഞാൻ ഒരു മെമ്പർ ഓഫ് എ ബാൻഡാണ്. തമിഴ്, തെലുങ്ക് ഭാഷകളിലും ആശ ബ്ലാക്ക് പുറത്തിറങ്ങുന്നുണ്ട്. 2014 ആദ്യമാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക് റിപ്പോർട്ടർ.